ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 2 എന്ന് പറയാം. അപ്പോൾ ഞാൻ വരാൻ ഇച്ചിരി ലേറ്റായി. അപ്പോഴേക്കും പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ സൈഡ് കണ്ടറിയാം. ഞങ്ങൾ ഇന്നലെ ഈ സൈഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അടിച്ച വുഡിൻ്റെ അടിയിലുള്ള ബോർഡർ കാര്യങ്ങൾ കവർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ വുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കണ്ട ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൺ വുഡാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ദൂരം പോയിട്ടാണ് ഈ ബാൺ വുഡ് കിട്ടിയത്. അപ്പോൾ ഇത് അവർ ബാൺ സ്റ്റെയിനൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ എല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത വുഡാണ്. കുറച്ചുള്ളൂ, പക്ഷേ ഇത് ഓരോന്ന് കട്ട് ചെയ്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല. കാരണം കുറച്ച് പാടുണ്ട്. ആദ്യ വർക്ക് ഞങ്ങൾ തന്നെ ചെയ്തത്. ലാസ്റ്റ് ഫിനിഷിങ് സൈഡാണ് നിങ്ങൾ കാണുന്നത്. ഓൾമോസ്റ്റ് തീർന്നു. ഇതിൻ്റെ കളർ ഷെയ്ഡ് കണ്ടറിയാം, ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെ അവിടുത്തെ പണികളെല്ലാം തീർത്ത് ഞങ്ങൾ ഇന്ന് മാക്സിമം ഇപ്പോൾ ഏകദേശം റെസ്റ്റോറൻറ്റിൻ്റെ ഫുൾ ഒരു 2 സൈഡ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ കോർണറിൽ നോക്കിയറിയാം, അവിടെ ഒരു ടൈപ്പ് ഓഫ് വുഡാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറെ ബാൺ വുഡാണ്. രണ്ടും 2 ടൈപ്പാണ്. ഇത് ഇച്ചിരി വീതിയുള്ള, ഈ ലെഫ്റ്റ് സൈഡിലെ വുഡ് വീതിയുള്ള കാരണം വർക്ക് ചെയ്യാനും കുറച്ച് എളുപ്പമായിരുന്നു. പെട്ടെന്ന് ഫില്ലായി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വുഡ് എടുത്ത് മാറ്റി ചെയ്യാനായാലും ഇപ്പോൾ വയറിങ് കാര്യങ്ങൾക്ക് ഉള്ളിൽ കൂടെ കൊടുക്കാനായാലും അതൊക്കെ ഈസി ആയിരുന്നു. ഈ വുഡ് ഫിനിഷ് ചെയ്തതോടുകൂടി വിചാരിച്ചു എല്ലാ പണിയും കഴിഞ്ഞു എന്ന് വിചാരിച്ച വുഡിൻ്റെ. പക്ഷേ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് ഉണ്ട്, ഈ പശുവിൻ ചെയ്യുന്ന ഈ ഭാഗം കണ്ടറിയും. ഇവിടെ ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്തത്, പക്ഷെ അത് നടന്നില്ല. നിങ്ങൾ കുറച്ച് ഇനി വരുന്ന വീഡിയോസിൽ കാണും. അപ്പോൾ ഞങ്ങൾ ആ ഒരു പില്ലറൊക്കെ വേറൊരു വിചാരിച്ചത്. ലാസ്റ്റ് ഞങ്ങൾക്ക് പ്ലാൻ മാറ്റി ഞങ്ങൾ അവിടെ വേറെ വുഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വീണ്ടും ബാക്ക് ടു ഞങ്ങൾ ഇന്നലെ ഫിനിഷ് ചെയ്ത കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു, കട്ടിങ് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലെ കുറച്ച് പില്ലേഴ്സൊക്കെ ലാസ്റ്റ് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അത് ടൈം കൊടുക്കണ കാരണം പില്ലേഴ്സൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ പില്ലേഴ്സിൻ്റെ അവിടെ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു, കാരണം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ മതി. പിന്നെ ഉള്ള കട്ടിങ്സും കാര്യങ്ങളാണ് ചെയ്യാനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായത്. ബട്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഈ വുഡിന് ഇച്ചിരി നേരത്തെ അടിച്ച വുഡിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വുഡ് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. ഈ വുഡ് കറക്റ്റ് നല്ല ഫിനിഷിങ് ആയിരുന്നു ചെയ്യുന്നതിന്, പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റേ വുഡ് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഇച്ചിരി കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഇത് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഈ വുഡ് ചെയ്തപ്പോൾ ഇതിന് അത്രയും കോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു തീം തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വുഡ് ഫസ്റ്റ് തന്നെ ചെയ്തത്. അങ്ങനെ പില്ലേഴ്സൊക്കെ വെച്ച് കറക്റ്റ് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ വർക്ക് കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കേട്ടോ, നമ്മൾ കട്ട് ചെയ്ത് അടിച്ചതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. ഇതായിരുന്നു ഗൈസ് ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഒരു ടാസ്ക് ആയിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വരുമ്പോൾ ഒരു ബാർ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ക്ലാസിക് അല്ലെങ്കിൽ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്, ഇത് ഓപ്പൺ കിച്ചൺ ആയിരുന്നു. അപ്പോൾ ആ കിച്ചണിനെ ക്ലോസ് ചെയ്യണം, ഇവിടെ ബാർ സെറ്റ് ചെയ്യണം. അതിനുള്ള കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കുറേ ഐഡിയാസ് പറയുന്നുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം 3 പേർക്കും ഐഡിയാസ് കുറേ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആപ്റ്റായിട്ട് വരുന്നതെന്ന് കുറേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഐഡിയാസ് അവിടെ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യത്തിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഈസി മാർഗ്ഗം എന്ന് വെച്ചാൽ ഞങ്ങളത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് ആ ഫുൾ ഫ്രെയിമിൽ ഫോട്ടോ എടുത്തു, എന്നിട്ട് ChatGPT-യിലിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങൾ. കാരണം നമ്മൾ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ അവിടെ വെച്ചപ്പോഴോ എന്തോ വന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫൈനൽ തീരുമാനിച്ചു. ലെഫ്റ്റ് സൈഡിൽ ആ കണ്ണാടിയിൽ അവിടെ ഒരു TV-യും റൈറ്റ് സൈഡിൽ ഒരു ഫുൾ വാൾ വെച്ച് കവർ ചെയ്ത് റെഡിയാക്കാം. അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം തീർത്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങി.